ഹായ്, ഇത് നിഫ്റ്റിയിലെ വീക്കിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഇതിൽ ഏകദേശം വരുന്ന കീ ലെവൽസ് പോയിൻ്റ് നമുക്ക് കിട്ടാൻ ചാൻസിൽ എൻട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലാസ്റ്റ് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് വന്നത് ക്രിയേറ്റ് ചെയ്ത സ്വിങ് ലോ സ്വിങ് ഹൈസ് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു രീതിയിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ബാലൻസ് കിടക്കുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വീക്കിലി ടൈം ഫ്രെയിമിൽ തന്നെ സ്വിങ് ലോസും സ്വിങ് ഹൈസും മാർക്ക് ചെയ്യാം. ലാസ്റ്റ് സ്വിങ് ലോ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻറ്റും സ്വിങ് ലോ അതിവിടെ ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്വിങ് ഹൈ, ഈ ഒരു പോയിൻ്റാണ് സ്വിങ് ഹൈ. കാരണം ഇതിന് മുകളിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഇതാണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്വിങ് ഹൈ, ഇതാണ് സ്വിങ് ലോ വീക്കിലി ടൈം ഫ്രെയിമിൽ. ഇനി സ്വിങ് ഹൈ. ഓക്കെ, അത് മുകളിൽ റെഡ് കൊടുത്തു വെച്ചാൽ മുന്നേ ആ ഒരു പ്രൈസ് പോയിന്റിൽ വെച്ചിട്ട് നല്ല രീതിയിലുള്ള സപ്ലൈ ആക്ട് ചെയ്തിട്ടുണ്ട്, അതായത് നല്ല രീതിയിൽ ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ നോക്കേണ്ടത് നല്ല പ്രൈസ് ലെവൽസ് ആണ്. ഓക്കെ, ഇനി ഒരു ആവറേജ് പ്രൈസ്, ലോങ് ടൈമിലോട്ടുള്ള ആവറേജ് പ്രൈസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതായിരുന്നു ലാസ്റ്റ് ലോനെ ടച്ച് ചെയ്തിട്ടുള്ള ആവറേജ് പ്രൈസ് വന്നത്. ഓക്കെ, ഇനി ഒരു ഡിമാൻഡ് ഏരിയ പ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ക്യാൻ ബോക്സ് പ്ലേസ് ചെയ്തു, അതിൽ ഡിസ്കൗണ്ട് ഏരിയ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് മുന്നേ ഉണ്ടായിരുന്ന ഡിസ്കൗണ്ട് ഏരിയ. ഇനി ഇതിൽ വന്ന ട്രേഡിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ ഈ വീക്കിൽ നമുക്ക് കിട്ടാൻ ചാൻസുള്ള ട്രേഡുകൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നല്ല സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റാണ്. 24,483 അല്ല 483 കുറച്ച് താഴെ. ഓക്കെ, 465-67 എന്നുള്ള പ്രൈസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസിലോട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പ്രോപ്പർ ഇഞ്ചക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡിലോട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി ഈ ഒരു പോയിന്റിലോട്ട് മാർക്കറ്റ് എന്തായാലും റീച്ച് ചെയ്യും എന്നാണ് നിങ്ങളുടെ വ്യൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതിനാദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് 3 ക്യാൻഡിൽ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് പോയിന്റുകൾ കിട്ടാൻ കുറച്ചും കൂടി സൂം ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പ്. ഇനി ഈ ഗ്യാപ്പിനെ തന്നെ നമ്മളൊരു എൻട്രി ആയിട്ട് പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു സ്വിങ് ലോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ലോയാണ്. ഓക്കെ, ഇതാണ് ലോ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നത്. അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു സെല്ലിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലോവർ ലോ ലോവർ ഹൈ ഒരു 4 ഹവറിൽ പോയി കഴിഞ്ഞാൽ ലോവർ ലോ ലോവർ ഹൈ എന്നുള്ള ഫോർമേഷനിലാണ് പോകണം. പക്ഷേ ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ട്രേഡ് വരുന്നത്, ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, കുറച്ച് ലോവർ ടൈം ഫ്രെയിമിലോട്ട് ചാർട്ട് മാറ്റാം. ഓക്കെ, എന്നാൽ ലോവർ ടൈം ഫ്രെയിമിൽ ഫസ്റ്റിലത്തെ ഹൈ മുതൽ സെക്കൻഡ് ഹൈ വരെ കണക്ട് ചെയ്തിട്ട് ഇട്ട് വരയ്ക്കാം. അതിൽ കളറ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കൊടുക്കാം, യെല്ലോ കൊടുത്തു.
ഓക്കെ, ഇതാണ് ഒരു ആവറേജ് പ്രൈസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയൊക്കെ ട്രേഡ് കിട്ടാം? ഒന്ന്, ഈ ഒരു പ്രൈസ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രൈസ് ഏരിയയിൽ വന്നിട്ട് റിജക്ഷനിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു റിജക്ഷൻ വരുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ലോങ് ആയിട്ട് വരിക. ഇനി 4 hourലിട്ടു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് 2 ട്രേഡിംഗ് സെറ്റപ്സ് വരുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സെല്ലിംഗ് പ്രഷറാണെന്ന് അർത്ഥം. ഓക്കെ, ഇവിടെ പോയതുപോലെ അല്ലാതെ അപ്പോൾ മാർക്കറ്റ് മിക്കവാറും ഇവിടെ വന്ന് റീച്ച് ചെയ്തിട്ടുള്ള റിവേഴ്സലായിരിക്കും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എന്ത് ചെയ്യും, മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകലായിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഈ ഒരു ആവറേജ് ബേസ്. അപ്പോൾ മിക്കവാറും മാർക്കറ്റ് ഇവിടുത്തം വരെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ആണ് അപ്സൈഡ് മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഒരു 15 മിനിറ്റ്സിലോട്ട് മാറ്റി അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സിലോട്ട് മാറ്റിയിട്ട് നമ്മളുടെ കീ ലെവൽസുകൾ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അതിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ റീച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇവിടുന്ന് നമുക്ക് മാർക്കറ്റ് എത്തി ഒരു റിവേഴ്സൽ കൺഫേം ആക്കി കഴിഞ്ഞാൽ ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡും പ്ലേസ് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒന്നുകിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ മിക്കവാറും ഈ ഒരു ട്രെൻഡ് ലൈനിന് ഏകദേശം ആവറേജ് പ്രൈസിലോട്ട് വന്നിട്ടായിരിക്കും ആ മൂവ്മെൻറ്റ് ഇട്ട്. ഇനിയല്ല നാളെ ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ഒരു പുൾ ബാക്ക് ചെയ്ത് രണ്ടാമതും ഈ ഒരു പ്രൈസിലോട്ട് വന്നിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് അപ്സൈഡ് റാലി പോവുക. ഇനി നമുക്ക് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഹൈ എന്നുള്ള രീതിയിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ വെയിറ്റേജുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഇൻഡെക്സുകളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം.